റോയൽ എൻഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ബൈക്ക് പ്രേമികൾക്കൊരു ആവേശമാണല്ലേ. 2018 ഇറങ്ങിയ ഇന്റർസെപ്റ്ററും കോണ്ടിനെന്റൽ GT 650യും നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. ഈ 650 ട്വിൻ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ 6ഓളം മോഡലുകൾ ഉണ്ടെങ്കിലും ആദ്യം ഇറങ്ങിയ മോഡലുകൾക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് 2026-ൽ കോണ്ടിനെന്റൽ GT 650യുടെ ഒരു പുതിയ പതിപ്പ് വരാൻ പോവുകയാണ്. എന്തൊക്കെയായിരിക്കും ഈ പുതിയ മോഡലിലെ 5 പ്രധാന മാറ്റങ്ങൾ? നമുക്ക് നോക്കാം. ഒന്നാമത്തെ മാറ്റം, പുതിയ ട്രിപ്പർ TFT ഡിസ്പ്ലേ. പഴയ ഡ്യുവൽ അനലോഗ് മീറ്ററുകൾ മാറി പുതിയ ബെയർ 650യിൽ കണ്ടതുപോലെയുള്ള വട്ടത്തിലുള്ള കിടിലൻ TFT ഡിസ്പ്ലേ ഇതിൽ വരും. ഗൂഗിൾ മാപ്സും വൈഫൈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങി എല്ലാം ഈ സ്ക്രീനിലുണ്ടാകും. രണ്ടാമത്തെ മാറ്റം, USD ഫോർക്കുകൾ. പഴയ മോഡലിലെ 41mm ടെലിസ്കോപ്പിക് ഫോർക്കുകൾക്ക് പകരം കൂടുതൽ സ്പോർട്ടിയായ USD സസ്പെൻഷൻ ഇതിൽ വരും. ഇതോടെ വണ്ടിയുടെ ഹാൻഡ്ലിങ്ങും റൈഡിംഗ് കംഫർട്ടും വേറെ ലെവലാവും. മൂന്നാമത്തെ മാറ്റം, റൈഡിംഗ് മോഡുകളും ട്രാക്ഷൻ കൺട്രോളും. സുരക്ഷയുടെ കാര്യത്തിൽ പുതിയ മോഡൽ കുറച്ചുകൂടി ഉഷാറാകും. സ്ലിപ്പർ ക്ലച്ചിനും ABSനും പുറമെ പലവിധ റൈഡിംഗ് മോഡുകളും ട്രാക്ഷൻ കൺട്രോളും പുതിയ മോഡലിൽ പ്രതീക്ഷിക്കാം. നാലാമത്തെ മാറ്റം, മുഴുവനായും LED. ഹെഡ്ലൈറ്റ് നേരത്തെ തന്നെ LED ആക്കിയിരുന്നെങ്കിലും ഇൻഡിക്കേറ്ററുകളും ടെയിൽ ലാമ്പും പുതിയ മോഡലിൽ പൂർണ്ണമായും LED ആകും. ടെയിൽ ലാമ്പിന്റെ ഡിസൈനിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ മാറ്റം, പുതിയ കളറുകൾ. എൻഫീൽഡ് എപ്പോഴും കളറുകളുടെ കാര്യത്തിൽ നമ്മളെ ഞെട്ടിക്കാറുണ്ടല്ലോ. എൻജിൻ കേസിങ്ങും എക്സോസ്റ്റുമെല്ലാം കറുപ്പിലും ക്രോമിലുമായി നിരവധി പുതിയ കളർ ഓപ്ഷനുകളിൽ ഈ വണ്ടിയെത്തും. എന്നാൽ എഞ്ചിനിൽ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. പഴയ അതേ 648cc പാരലൽ ട്വിൻ എഞ്ചിൻ തന്നെയാണ് ഇതിലും വരുന്നത്. 47 HP പവറും 52 Nm ടോർക്കും ഇതിലുണ്ട്. 2026 അവസാനത്തോടെ ഈ വണ്ടി വിപണിയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ 5 മാറ്റങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. വണ്ടിഭ്രാന്തന്മാരായ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ വാഹന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.